ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് മെയിനായിട്ട് ജോബുകൾ പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ അടിഭാഗത്തുനിന്ന് ഒരു അടിക്കണ പോലെ സൗണ്ട് പറയുന്നുണ്ട്. വണ്ടി കയറ്റം കയറുമ്പോൾ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ ഒരു എക്സ്ട്രാ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഒരു എക്സ്ട്രാ ആയിട്ട് പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. നമുക്ക് വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 56,262 കിലോമീറ്ററാണ് മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിച്ചാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് വണ്ടി വലിക്കണേൻ്റെ ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതല്ലാണ്ട് അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ തോന്നിയില്ലായിരുന്നു. നമ്മൾ വണ്ടി വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ നമുക്ക് കമ്പനി ലൈനർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ നമുക്ക് കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണിത്. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു. നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിൽ ഓയിൽ നോക്കുമ്പോൾ ലെവൽ കുറവാണ്. അപ്പോൾ ഗിയർ ഓയിൽ നമുക്ക് എന്തെങ്കിലും കൈയോടെ മാറ്റിയിടാം, പുതിയ ഓയിൽ ഫില്ല് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. നിലവിൽ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്യാം. കിടക്കുന്നത് കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ക്ലച്ച് ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് ആ സൗണ്ട് വ്യത്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീലുകളുടെയാണ്. ഈ വീലും ഈ ബോസ് ഡ്രൈവും കൂടി മാറ്റിയിട്ടാലാണ് നമുക്കത് റെഡി ആവുള്ളൂ. കാരണം ഇവിടെ അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസൻസൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ റോളറുകൾ ചെറുതായിട്ട് വെട്ടി തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഈ രണ്ട് ഐറ്റം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ടിൻ്റെ കേസ് റെഡിയാവും. വണ്ടി വലിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വലിയുറവ് കാണിക്കുന്നുണ്ട്. ആ പ്രോബ്ലം അതുമ്പോൾ സോൾവ് ആയിക്കോളും. ആ രണ്ട് ഐറ്റം മാറ്റിയാൽ മതി. ബെൻഡെക്സ് ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇതുമ്പോൾ കിടക്കുന്ന ബെൽറ്റ് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ്. ഹോണ്ട ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ട് ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി ചെറിയൊരു നനവുണ്ട്. എന്നാൽ കാര്യമായിട്ടുള്ള ലീക്കേജുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഓയിൽ മയം പോലെ ഉണ്ട്. അതുമ്പോൾ പൊടി പിടിച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല. വണ്ടി ഓടിക്കുമ്പോഴും നമുക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കാർബേറ്റർ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 എന്ന് പറയുന്ന പെട്രോളാണ്. അത് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് കംപ്ലയിൻസുകൾ കൂടുതലാണ്. നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആ കംപ്ലയിൻറ്റ് കാണിക്കാം കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കില്ല. ട്യൂണിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി. പക്ഷേ അതിന് പോലും ഉള്ള ഒരു കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഇനി കാർബേറ്ററുമായി ബന്ധപ്പെട്ട് സാധാരണ കാണുന്ന കംപ്ലയിൻറ്റ്, അതായത് E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാർബേറ്ററിനകത്ത് കാണുന്ന കംപ്ലയിൻസുകളെന്ന് വെച്ചാൽ വണ്ടി ഓടി വന്ന സമയത്ത് വണ്ടി ആക്സിഡൻറ്റ് കുറച്ച് നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി ഓഫായി പോവുക, സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കുക. പിന്നെ അതിനേക്കാൾ ഏറ്റവും ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകും. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടി പെട്രോൾ ഓവർഫ്ലോ പുറത്തേക്ക് ഒഴുകി പോകും. അതൊരു കംപ്ലയിൻറ്റ്. ആ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ കാർബേറ്റർ അസംബ്ലി മാറ്റാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിലും E20 പെട്രോളിൻ്റെ ഉപയോഗം മൂലം എപ്പോൾ വേണമെങ്കിലും ആ കംപ്ലയിൻറ്റ് കാണിക്കാം. അതറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഈ ഷോക്കിൻ്റെ ബുഷ് നമുക്ക് മാറ്റണം, അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട്. ലിങ്ക് ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ പുതിയ ലൈനർ അടക്കണേ, ഹോണ്ടയുടെ കമ്പനി ലൈനർ അടക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ 2024 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്ന വണ്ടിയുമേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.20 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.82. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പുതിയ എയർ ഫിൽറ്ററും പ്ലഗും സെക്കൻഡറി ഫിൽറ്ററൊക്കെ പുതിയതാണ് കിടക്കണം കേട്ടോ. അപ്പോൾ അത് മതി. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ ലെവൽ പൊടിക്ക് കുറവുണ്ട്, പക്ഷേ നല്ല ഓയിലാണ്. അപ്പോൾ ഓയിൽ നമുക്ക് തൽക്കാലം മാറ്റണ്ട. നമ്മൾ പുറത്ത് മാറ്റിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്കതിൻ്റെ ലെവൽ കുറവുള്ളത് ടോപ്പ് അപ്പ് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ വെറുതെ കാശ് കൊടുത്ത് മേടിച്ചല്ലോ, നമ്മളിപ്പോൾ പൈസ കൊടുത്ത് മുടക്കി മേടിച്ചല്ലോ. അപ്പോൾ വെറുതെ നമ്മൾ നേരത്തെ മാറ്റി കളഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അത് സമയമാകുമ്പോൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. പക്ഷേ ഓയിൽ ഓടിയിട്ട് നമുക്ക് ഓരോ 3000 കിലോമീറ്ററിലാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. അതൊരു ഓർമ്മ വേണം. അപ്പോൾ എത്രയെല്ലാം മാറ്റണമെന്ന് ഓർത്ത് വയ്ക്കണം. ആ 3000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഓയിൽ മാറ്റാനായിട്ടും ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം നമ്മൾ ഒരു പ്രാവശ്യം എഞ്ചിൻ വർക്ക് ചെയ്താൽ, അപ്പോൾ വാറണ്ടി പീരീഡിലാണ് ഇപ്പോൾ നിലവിൽ വണ്ടി. പക്ഷേ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ റൂൾസ്. പക്ഷേ ഈ പറഞ്ഞ രീതിയുടെ നല്ല ഓയിലായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം മാറ്റണ്ടെന്ന് പറഞ്ഞതിൻ്റെ കേട്ടോ. അത് പരമാവധി ശ്രദ്ധിക്കുക. 3000 കിലോമീറ്റർ കൂടുതൽ ഓടാതിരിക്കുക. കാരണം 3000 കിലോമീറ്റർ ആകുമ്പോൾ മാറ്റുക എന്നുള്ളത് കസ്റ്റമറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലിവർ, റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലിവർ ബെൻഡായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് കൂട്ടത്തിൽ മാറ്റാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ഏകദേശം ഒരു 5:30-6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. അതിക്ക് മുമ്പാവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.